ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ഹുണ്ടായുടെ തന്നെ i20 ഓപ്ഷനായിട്ട് വരുന്ന നമ്മുടെ അസ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻ്റാണ് കേട്ടോ. അതായത് ഇത് DCT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെർബോ എഞ്ചിനോട് കൂടിയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഏകദേശം 13,30,000 രൂപയാണ് ഈ ഒരു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടി ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കി. ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി വാങ്ങാൻ വേണ്ടി പോണവർക്ക് വേണ്ടിയിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഡിസൈനിങ് തുടങ്ങാം. വളരെ ചെറിയൊരു വണ്ടി പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അതായത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പതിഞ്ഞിരിക്കണ പോലെ വന്നുവെച്ചാലും ഓടിച്ചു നോക്കിയപ്പോൾ എന്താ പറയുക വല്ലാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ടർബോ എഞ്ചിൻ ആയതുകൊണ്ട്, പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ജാതി പവറാണ്. വണ്ടി അങ്ങോട്ട് അടിച്ച് കയറാണ്. ഇതാണ് വണ്ടിയുടെ സൈഡിൽ നിന്നുള്ള ലുക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ആദ്യമേ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ പുതിയ എഡിഷനിൽ ഭയങ്കരമായിട്ടൊരു സ്പോർട്ട്നെസ്സാണ് ശരിക്കും ഈ ഒരു ഏരിയകളിലൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റേതായിട്ടുള്ള പുതിയ കുറച്ച് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ബോണറ്റിൻ്റെ ആ ഒരു ഏരിയയിൽ കാണാം. പിന്നെ ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് എന്ന് പറയുന്നത്. ഭയങ്കര രസമാണ് ശരിക്കും ഈ ഒരു വണ്ടി കാണാനായിട്ട്. ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് DRലാണ്. ഫുള്ളി ഒരു LED DRൽ വന്നിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റൊക്കെ നമുക്ക് വന്നിട്ടുള്ളത് പ്രൊജക്ടർ ഹെഡ്ലാമ്പാണ്. അതിൻ്റെ കൂടെ നമുക്ക് കോർണറിങ്ങിന് വേണ്ടിയിട്ടൊരു ഹലോജൻ ബൾബും വന്നിട്ടുണ്ട്. പിന്നെ ഇതെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സാണ്. പിന്നെ താഴെയായിട്ട് നമുക്ക് ചെറിയൊരു പ്രൊജക്ടർ ഫോഗ് ലാമ്പും കാണാം. പിന്നെ ഇവിടെയും ചെറിയൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇൻഡിക്കേറ്ററിന് വേണ്ടിയിട്ട്. മിററിൻ്റെ ബാക്കിൽ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇതൊക്കെയാണ് ശരിക്കും റേഡിയേറ്ററിൻ്റെ ആ ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇതിന് മാത്രം ഈ ഒരു വേരിയൻറ്റിന് മാത്രം നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പം കൂടിയിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയൊക്കെ വന്നിട്ടുള്ളത്. അടിയിലായിട്ട് നമുക്ക് സ്കേർട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. പഴയ മോഡലിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് മൊത്തത്തിൽ തന്നെ ശരിക്കും ഈ ഒരു ഫ്രണ്ട് ഏരിയ മാറ്റിയിട്ടുണ്ട് കേട്ടോ. വേറൊരു വണ്ടിയുടെ പോലെയാണ് ശരിക്കും ഫീൽ ചെയ്യുക. പിന്നെ സൈഡുകളിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ നോട്ടം അലോയിൻ്റെ ആ ഒരു ഏരിയയിലേക്കാണ്. 16 ഇഞ്ചാണ് വീലിൻ്റെ സൈസ് എന്ന് പറയുന്നത്. നമുക്കൊരു ചെറിയ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ഡയമണ്ട് കട്ട് അലോയാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ സൈഡിൽ നിന്നുള്ള ഒരു ലുക്കിനെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഒരുപാട് ക്രോം ലൈനുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് മിററിൻ്റെ ബാക്കിൽ ഭയങ്കര നാരോ ആയിട്ടുള്ള ചെറിയൊരു ഇൻഡിക്കേറ്റർ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ തന്നെ നമുക്ക് അടിയിൽ ചെറിയൊരു ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ രാത്രിയിലൊക്കെ ഡോറ് തുറന്നിറങ്ങുന്ന സമയത്ത് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ലൈറ്റ് മാത്രമല്ല വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ വണ്ടിയുടെ കീലെസ് സെൻറ്ററിങ് കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു റിമോട്ട് പോക്കറ്റിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫോൾഡ് ആയിട്ടുള്ള മിററും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് നോർമലായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും. പിന്നെ ഇതാണ് ശരിക്കും സൈഡിൽ നിന്നുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെ. അയ്യോ പിന്നെ ബാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ടുള്ള പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ആൾട്രോസിൻ്റെ ഒക്കെ പോലെ തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ടെയിൽ ലാമ്പ് അല്ലെങ്കിൽ ഒരു ബാക്ക് പ്രൊഫൈലാണ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ടെയിൽ ലാമ്പിൻ്റെ ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ തന്നെ നമുക്ക് ഇൻഡിക്കേറ്ററിനും DRലും അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ കാണാം. ഈ ഒരു ലൈൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ശരിക്കും ഒരു ക്രോം ലൈനിൻ്റെ സെൻറ്ററിലുണ്ട്. ഇവിടം വരെ ഈ ഒരു കണക്ഷനിലാണ് ശരിക്കും നിൽക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് i20യുടെ ലോഗോയും നമ്മുടെ വാരിയൻറ്റിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ബാക്കിൽ സെൻസർ വന്നിട്ടുണ്ട്. പിന്നെ ചെറിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ സെൻസറും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ആ റേഡിയേറ്റർ ഗ്രില്ലിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സ്കേർട്ടിങ് ഇവിടം വരെ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതേ കണ്ട വണ്ടിയുടെ ചുറ്റും i20യുടെ ലോഗോട് കൂടിയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ഇവിടം വരെയാണ് ശരിക്കും വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ റൂം എന്ന് പറയുന്നത്. ഭയങ്കര വൃത്തിയിൽ നമ്മുടെ ഹുണ്ടായുടെ മറ്റുള്ള വണ്ടികളൊക്കെ കണ്ട പോലെ തന്നെ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ ഐറ്റംസും കാര്യങ്ങളൊക്കെ. ഇതിന് കാര്യമായിട്ടുള്ള ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് എനിക്ക് എഞ്ചിൻ നോയ്സ് പോലത്തെ ഐറ്റംസ് ഒന്നും ഉള്ളിലേക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ആവണം. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഫീച്ചർ എന്ന് പറയുന്നത്. അതായത് ഇതും കൊണ്ട് നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മിററും കാര്യങ്ങളൊക്കെ ഫോൾഡായി. അതേപോലെ തന്നെ കീലെസ് സെൻറ്ററിങ് കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് വണ്ടിയുടെ ഉൾഭാഗം എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഡുവൽ ടോണിലും അതേപോലെ തന്നെ ഈ കാണുന്ന പോലൊക്കെ തന്നെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ എന്തായാലും നമ്മൾ നൈസായിട്ട് നമ്മുടെ കാറൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത്രയും പരിപാടിയുള്ള വണ്ടി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മുടെ നോട്ടം പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു 10 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്കാണ്. ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ക്രെറ്റയിൽ കണ്ട പോലെ തന്നെ ക്രെറ്റ എപ്പോഴും മാപ്പ്, നാവിഗേഷൻ, ഫോൺ, ബ്ലൂ ലിങ്ക്, റേഡിയോ, മീഡിയ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ശരിക്കും വന്നിട്ടുണ്ട്. ബ്ലൂ ലിങ്ക് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി നമ്മുടെ പഴയ ഹുണ്ടായിൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് പുറത്തുനിന്ന് കൺട്രോൾ ചെയ്യണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. അതേപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സാണ് ശരിക്കും ബ്ലൂ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്മാർട്ട് കണക്ടിവിറ്റി വഴി നമുക്ക് ചെയ്യാനായിട്ട് കഴിയണത്. പിന്നെ ഇതിൻ്റെ ടോട്ടൽ AC കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. അതായത് നമ്മൾ പണ്ടത്തെ പല വണ്ടികളിലും കണ്ടിട്ടുള്ളത് തിരിക്കുന്ന തരത്തിലുള്ള ഒരു നോബും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മുടെ പുതിയ i20 ഈ ഒരു തരത്തിൽ സ്റ്റെപ്പായിട്ട് കൂട്ടണതൊക്കെ ഈ ഒരു സ്വിച്ചിലാണ് ശരിക്കും കൺട്രോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മുടെ ഡാഷും കാര്യങ്ങളൊക്കെ കാണാം. അത്യാവശ്യം നല്ല ഒരു പ്രീമിയം ലുക്കിലാണ് അതൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് നമുക്ക് ഗ്ലോ ബോക്സ് വന്നിട്ടുള്ളത്. ഇത് കൂളിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ട് ലൈറ്റും കാര്യങ്ങളൊന്നും ആ ഒരു ഏരിയയിൽ ഞാൻ കണ്ടില്ല. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ AC-ൻ്റെ വെൻസും കാര്യങ്ങളൊക്കെ.
അതൊക്കെ അത്യാവശ്യം ഒരു പ്രീമിയം ക്വാളിറ്റി ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഇന്റീരിയർ ഒരു പക്ക ഒരു ഇതിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് മാക്സിമം അവർ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു വണ്ടിയിൽ നിന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി താഴേക്ക് വന്നു കഴിയുന്ന സമയത്ത് നമുക്കിത് ഇവിടെ ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു USB പോർട്ട് വന്നിട്ടുണ്ട്, ഇവിടെ ഫാസ്റ്റ് ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പോർട്ട് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ 12 വോൾട്ടിന്റെ ചാർജർ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് വന്നിട്ടുണ്ട്. അതിന് പുറമെ ഈ ഒരു മോഡലിൽ നമുക്ക് വയർലെസ് ചാർജറും വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ജസ്റ്റ് മൊബൈൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഗിയർ നോബ് എന്ന് പറയുന്നത്. ഗിയർ നോബിൽ തന്നെ നമുക്ക് പാർക്ക്, അതേപോലെ തന്നെ റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് അത്തരത്തിലുള്ള നോർമൽ ആയിട്ടുള്ള വണ്ടികളിൽ വരുന്ന പോലത്തെ തന്നെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഡ്രൈവ് മോഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 7 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആയിട്ടുള്ള ഒരു വണ്ടിയായിട്ട് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. പിന്നെ ഇവിടെ വേറെ സ്വിച്ചുകളും കാര്യങ്ങളൊന്നും കാണാനൊന്നുമില്ല. നോർമലായിട്ടൊരു ഷിഫ്റ്റ് ലോക്ക് റിലീസ് എന്നുള്ള സംഭവം മാത്രമാണ് കാണുന്നത്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കാറ് ഓഫ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഗിയർ നോബ് ശരിക്കും ഇതാക്കാനായിട്ട് പറ്റില്ല. അതായത് കണ്ട ഈ സംഭവം ലോക്കായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് മാത്രമാണ് ശരിക്കും ഈ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ അവിടുന്ന് ബാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് നോർമലായിട്ടുള്ള വണ്ടികളിൽ കാണുന്ന പോലെ തന്നെ ഒരു ഹാൻഡ് ബ്രേക്കാണ് വന്നിട്ടുള്ളത്. സ്വിച്ച് കാര്യങ്ങളൊന്നുമല്ല. ഇവിടെ നമുക്ക് ചെറിയ സ്റ്റോറേജ് വന്നിട്ടുണ്ട്. ഇതിൽ ഈ കാണുന്നത് ഓക്സി പ്യൂരിഫയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റാണ്. നമ്മുടെ ഓക്സിജൻ്റെ ആ ഒരു ലെവലും കാര്യങ്ങളൊക്കെ ആ ഒരു പ്യൂരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ചെറിയൊരു ആംറസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യണമെങ്കിൽ സ്വൈപ്പ് ചെയ്യാം. അത് തുറന്നിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും അവിടെ കാണാം. അത്യാവശ്യം നമുക്കൊരു 2-3 മൊബൈലൊക്കെ വയ്ക്കാനുള്ള ചെറിയൊരു സെറ്റപ്പ് കേട്ടോ. അത്യാവശ്യം നല്ലപോലെ തന്നെ അവിടെ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോറിൻ്റെ ഭാഗങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു പ്രീമിയം, സാധാരണ നമ്മളൊരു ക്രോമും ബ്ലാക്കൊക്കെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയറിനോട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഹാൻഡിലും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക് മിറേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ലോക്ക് ആക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഡോറ് ചൈൽഡ് ലോക്ക് ആക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ പവർ വിൻഡോന് വേണ്ടിയിട്ടുള്ള സ്വിച്ചുകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയകളിലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ക്രോം ഫിനിഷിലുള്ള ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ തന്നെ ബോട്ടിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ, അതായത് വെൽക്കം ലൈറ്റ് എന്നൊക്കെ പറയാം, അത്തരത്തിലുള്ള ഒരു സംവിധാനം കൂടെ കൊടുത്തിട്ടുണ്ട്. നൈറ്റൊക്കെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഒരു ബ്ലൂ കളറിലാണ് ശരിക്കും അത് വന്നിട്ടുള്ളത് കേട്ടോ. അതായത് നമ്മൾ ബാക്കിലൊക്കെ കണ്ട DRL-ഇല്ലേ അത്തരത്തിലുള്ള ഒരു ലൈറ്റ്. പിന്നെ ഫ്രണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. വോയിസ് കമാൻഡ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മോഡ് റേഡിയോൻ്റെ മോഡും കാര്യങ്ങളൊക്കെയാണ്. കോൾ എടുക്കാനും അതേപോലെ തന്നെ ഡിസ്കണക്ട് ചെയ്യാനും വോളിയം കൂട്ടാനും കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡയൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബട്ടൺ എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയുടെ സെറ്റിംഗ്സിലേക്കുള്ള ഒരു ബട്ടണാണ്. ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടയറിൻ്റെ പ്രഷർ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടിയുടെ അറിയാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ നമുക്ക് ക്രൂസ് കൺട്രോൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഓക്കെ, സ്റ്റോപ്പ്, പ്രീവിയസ്, അങ്ങനെയുള്ള കുറച്ച് ഡയൽസും കാര്യങ്ങളൊക്കെയാണ്. മ്യൂസിക് സിസ്റ്റം കൺട്രോൾ ചെയ്യാനുള്ള ഡയൽസാണ് ഈ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോണത്. അത്യാവശ്യം നല്ല വലുപ്പം കൂടിയിട്ടുള്ള ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു LCD മീറ്ററാണ് ശരിക്കും ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുള്ളത്. ഒരു രക്ഷയില്ല. ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കാണിക്കാട്ടോ. അതായത് നോർമലി വണ്ടി ഓഫായി കിടക്കുന്ന സമയത്ത് ഈ ഒരു ലെവലൊക്കെ ഇതിൻ്റെ മീറ്റർ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഡോറ് തുറന്നതിൻ്റെ ഒരു വാണിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ ഒരു പുഷ് ബട്ടൺ പ്രസ് ചെയ്യുക. വല്ലാത്തൊരു ഭംഗി തന്നെയാണ് കേട്ടോ. അതായത് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ചെറിയൊരു LCD ഡിജിറ്റൽ മീറ്റർ കൺസോളിൽ ശരിക്കും വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്പീഡാണ് കാണിക്കുക. അതേപോലെ തന്നെ ഈ ഒരു ഭാഗങ്ങളിൽ RPM കാണിക്കും. അത് നമുക്ക് ഇവിടെ ഡിജിറ്റലായിട്ട് എഴുതി കാണിക്കും ചെയ്യും കേട്ടോ. RPMൻ്റെ ആ ഒരു ലെവലും കാര്യങ്ങളൊക്കെ. ഇവിടെ ഫ്യൂൽ ഗേജ് കാണിക്കും. പിന്നെ ഇതിപ്പോൾ പാർക്കിംഗ് മോഡിലായതുകൊണ്ടാണ് ആ ഒരു മോഡ് അവിടെ കിടക്കുന്നത്. പിന്നെ നമുക്ക് ആവറേജ്, ടാങ്ക് റേഞ്ച്, അത്തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ കാണിക്കുന്ന നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു മീറ്ററാണ്. LCD മീറ്റർ കൺസോളാണ് ഈ ഒരു മോഡലിൽ വന്നിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് നേരെ മുകളിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ മിററും കാര്യങ്ങളൊക്കെ കാണാം. ഇതിൽ നമ്മുടെ ഹുണ്ടായുടെ എല്ലാ വണ്ടികളിലും കണ്ടുള്ള പോലെ സോഴ്സ്, അതേപോലെ തന്നെ നമുക്ക് അസിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ബ്ലൂ ലിങ്കിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ബട്ടൺസും കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഡയൽസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ശരിക്കും മാനുവലായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഓട്ടോ ഡിം അത്തരത്തിലുള്ള കാര്യങ്ങളും ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിലൊരു സൺറൂഫും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വൈഡായിട്ടുള്ളതാണോ എന്ന് ചോദിക്കാൻ ചെറിയൊരു സൺറൂഫ് എന്ന് മാത്രമാണ് പറയാൻ കഴിയുക. അപ്പോൾ ഇതിൽ ഈ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ശരിക്കും മാനുവലി നമ്മൾ കൈകൊണ്ട് തന്നെ ശരിക്കും സെറ്റാക്കണം. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇതിനു വേണ്ടി ഇവിടെ 2 ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഡയൽസാണ് ഈ കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൺറൂഫ് തുറക്കാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് സംവിധാനങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ പുഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു സ്പേസ് കാണാം. പിന്നെ ഈ ഒരു സംഭവം തുറക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് മിററും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ അപ്പുറത്തെ സൈഡിൽ നമുക്ക് മിററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ശരിക്കും ഇൻറ്റീരിയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ സെറ്റപ്പുകൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ നമുക്ക് മാനുവലായിട്ട് തന്നെയാണ് ശരിക്കും സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇനി ബാക്കിലേക്ക് പോവാം. ഉള്ളിലേക്ക് ഇറങ്ങാനായിട്ട് മുമ്പ് ആകുമ്പോൾ തന്നെ ഈ ഒരു ഡോർ സൈഡ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്കൊരു ക്രോം എന്ന് പറയാൻ പറ്റില്ല, അത്തരത്തിലുള്ള ഒരു
ഷെയ്ഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ബോട്ടിൽ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഈ ഒരു കളറിലാണ് ശരിക്കും ഇതിൻ്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇതാണ് ശരിക്കും ഫ്രണ്ട് സീറ്റിൻ്റെ അതേപോലെ തന്നെ ബാക്ക് സീറ്റിൻ്റെയും ആ ഒരു സ്റ്റിച്ചിങ്ങും ഡിസൈനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ശരിക്കും ആ ഒരു ക്വാളിറ്റി സീറ്റിലിരിക്കുന്ന സമയത്ത് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു കംഫർട്ടും കാര്യങ്ങളൊക്കെ. നമുക്ക് ഇവിടെ ചെറിയൊരു ആംറെസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ബാക്ക് സീറ്റിലും. വളരെ സുഖമായിട്ട് 1, 2, 3, 4, 5 പേർക്ക് സുഖമായിട്ട് ഈ ഒരു വണ്ടിയിൽ ട്രാവൽ ചെയ്യാനും പറ്റും. 8 ലക്ഷം രൂപ മുതലാണ് ശരിക്കും ഇതിൻ്റെ ഏറ്റവും താഴെ കിടക്കുന്ന വേരിയൻ്റ് എന്നുള്ള റേറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണത്. ബാക്കിലും നമുക്ക് ചെറിയൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് റിയർ AC എയറോൺസും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇവിടെയും നമുക്കൊരു USB ചാർജിങ് പോർട്ട് വന്നിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ഒരു ഏരിയയിൽ നമുക്കൊരു സീറ്റ് പോക്കറ്റും കാര്യങ്ങളൊക്കെ കാണാം. അത്യാവശ്യം നല്ലപോലെ തന്നെ നമുക്ക് നിവർന്നിരിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 5.5 ആണ്. അപ്പോൾ ആ ഒരു ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഈ ഒരു ഭാഗങ്ങളിലൊന്നും ശരിക്കും ഫീൽ ചെയ്യുന്നില്ല. നല്ലപോലെ തന്നെ കൈയും കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ ഒരു വണ്ടിയിൽ ഇരിക്കാനായിട്ട് പറ്റും. കൂട്ടിലേക്ക് പോയി കഴിയുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം സിമ്പിളായിട്ട് തുറക്കാം. അത്യാവശ്യം വേണ്ട സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നോർമലായിട്ടുള്ള ഈ ഒരു സെഗ്മെൻറ്റിലത്തെ വണ്ടികളുടെ പോലൊക്കെ തന്നെ. പിന്നെ ബാക്കിൽ നമുക്ക് ചെറിയൊരു സബ്വൂഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ടാണ് ലൈറ്റ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് സ്റ്റെപ്പിനി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ഒരു പാഴ്സൽ ട്രേ കാണാം. ഇത്രയാണ് ശരിക്കും ബൂട്ടിൻ്റെ ഏരിയ. അപ്പോൾ നൈസായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം. ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻജിൻ നോയ്സും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് വണ്ടിയുടെ ഉള്ളിലേക്ക്. പിന്നെ വണ്ടിയുടെ പവർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചവിട്ടി പിടിപ്പിക്കുന്നുണ്ടോ, സിമ്പിളായിട്ടാണ് വണ്ടി കയറി പോകുന്നത്. അതേപോലെ തന്നെ നമുക്ക് സ്റ്റിയറിങ് കാര്യങ്ങളൊക്കെ വളരെ സോഫ്റ്റാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇതേ ഒരു വളവിൽ കൂടെയാണ് ശരിക്കും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഈസി ആയിട്ടാണ് ശരിക്കും വണ്ടി കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നത്. നല്ലൊരു ടോപ്പ് സ്പീഡിലും വണ്ടിയിൽ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ അത്തരത്തിലുള്ള ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിന് പുറമെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ, പിന്നെ നോർമലായിട്ടുള്ള വണ്ടികളിൽ വരുന്ന പോലെ തന്നെ ABS അത്തരത്തിലുള്ള ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ്, അതായത് 6 എയർ ബാഗ് ഉൾപ്പെടെ ഒരുപാട് സംഭവങ്ങളാണ് ശരിക്കും ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ട്രാക്ഷൻ കൺട്രോളൊക്കെ ഓഫാക്കാനും ഓണാക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള സ്വിച്ചുകളൊക്കെ ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാൻ വേണ്ടി മറന്നതാണ് ശരിക്കും. അതേപോലെ തന്നെ നമുക്ക് റണ്ണിങ്ങിൽ റിവേഴ്സ് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബട്ടൺ ഞാൻ നിങ്ങളെ കാണിക്കാം. ഈ ഒരു ബട്ടൺ സെൻട്രലത്തെ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ഒരു 10 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ആ ഒരു സംഭവം കൂടെ നമുക്ക് റിവേഴ്സ് കണ്ടുകൊണ്ട് വേണമെങ്കിൽ വണ്ടി ഓടിക്കാം. അത്തരത്തിലുള്ള കുറച്ച് ഫീച്ചേഴ്സും കൂടെ ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബോസിൻ്റെ സൗണ്ട് സിസ്റ്റമാണ് ഇതിൽ വന്നിട്ടുള്ളത്. പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. മ്യൂസിക് ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് ഒന്നും പറയാനില്ല. ആ കാര്യങ്ങളിലൊന്നും എനിക്ക് വേറെ എന്താ പറയുക പോരായ്മകളും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. ഒരു കയറ്റത്താണ് ഇപ്പോൾ ശരിക്കും വണ്ടി എടുത്തേക്കുന്നത്. അപ്പോൾ കയറ്റത്തൊക്കെ എത്തണ സമയത്ത് നമുക്ക് നോർമലായിട്ട് വരുന്ന പോലെ തന്നെ ഹിൽ കൺട്രോളും ഹിൽ അസിസ്റ്റൻ്റ് അത്തരത്തിലുള്ള എല്ലാവിധ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓടിക്കുന്ന ഈ ഒരു മോഡലിൽ ശരിക്കും റൈഡ് മോഡുകളും കാര്യമായിട്ടൊന്നും വരുന്നില്ല. അതായത് നമ്മൾ സിറ്റി എക്കോ അത്തരത്തിലുള്ള റൈഡ് മോഡുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഒരു മോഡലിൽ നമുക്ക് നോർമലായിട്ടുള്ള ഒരു മോഡും അതേപോലെ തന്നെ ഇതൊന്ന് പ്രസ് ചെയ്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ സ്പോർട്സ് മോഡ്, ഈ 2 മോഡുകൾ മാത്രമാണ് ശരിക്കും വരുന്നത്. സ്പോർട്സ് മോഡിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും വണ്ടി വേറെ മൂടാണ് കേട്ടോ. വലിച്ചിട്ടാണ് ശരിക്കും കൊണ്ടുപോകുന്നത്. ഇനി ഇതിപ്പോൾ നമുക്ക് മാനുവൽ ഒരു 7 സ്പീഡ് ഗിയർ ബോക്സ് ആയിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് മേളിക്ക് തട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 4th ഗിയറിലാണ് ശരിക്കും കിടക്കുന്നത്. ഇതിന് പുറമെ ഒരുപാട് ഇലക്ട്രോണിക്സും കാര്യങ്ങളൊക്കെ ശരിക്കും ഈ ഒരു മോഡലിൽ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് പുറമെ 6 കളർ വേരിയൻറ്റുകളിലായിട്ട് ഈ ഒരു വണ്ടിക്ക് അവൈലബിൾ ആണ് ശരിക്കും. ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് വന്നേക്കണത് ഷോറൂമിൻ്റെ പേരെന്തപ്പോൾ പോപ്പുലർ ഹ്യൂണ്ടായി എന്ന് പറഞ്ഞിട്ടുള്ള ഷോറൂമാണ്. ഇപ്പോൾ ഈ ഒരു വണ്ടി നോക്കണ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ നിലവിൽ ഈ ഒരു സെഗ്മെന്റിൽ പെട്ടിട്ടുള്ള കുറച്ച് വണ്ടികൾ ഓടിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും വണ്ടികൾ ഇതിലായിട്ട് ഫീച്ചേഴ്സ് കൂടുതൽ ഉള്ളതായിട്ട് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇടാം. ഇനി അതിൻ്റെ വീഡിയോ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോയും ഇതേപോലെ തന്നെ പോസ്റ്റ് ചെയ്യും. ഇതൊരു റിവ്യൂ ആയിട്ടൊന്നും നിങ്ങൾ കാണണ്ട. വാങ്ങാൻ പോകുന്ന ആൾക്കാർക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വീഡിയോ കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലാണ്. ബൈ.